2017 ഫെബ്രുവരി 17 തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാറിൽ നടി ഒരു സിനിമയുടെ ഡബ്ബിങ്ങുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വരുമ്പോഴാണ് അതിക്രൂരമായി ആ വാഹനത്തിൽ അവരുടെ വാഹനത്തെ ചേസ് ചെയ്ത് വാഹനത്തിലിടിക്കുകയും പിന്നീട് ആ വാഹനത്തിലേക്ക് കയറി അവരെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു കേസ് ഉണ്ടാകുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് എറണാകുളം ജില്ലാ കോടതിയിൽ ജഡ്ജി ഹണി എം വർഗീസിൻ്റെ കോടതി മുറിയിലാണ് നടപടിക്രമങ്ങൾ ഇന്ന് വിധി പറയുന്നത്. 7-8 വർഷത്തിന് ശേഷം അതിജീവിത നടത്തിയ ഒരു പോരാട്ടത്തിൻ്റെ വിധി എന്ന് പറയുന്നത് ഇന്നായിരുന്നു. അതിരാവിലെ 6 മണി മുതൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ പോലീസിൻ്റെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ കോടതി പരിസരത്തും കോടതിക്കകത്തും പുറത്തുമൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ ഒരു 6 മണി മുതൽ ഇവിടെ വലിയ മാധ്യമ സംഘങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ഈ കേസിൻ്റെ മറ്റു വിശദമായ നിയമ നടപടിക്രമങ്ങൾ വിശദീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ദിലീപിൻ്റെ കുറേയധികം ആളുകൾ, ദിലീപ് അനുയായികളും ഫാൻസ് അസോസിയേഷൻ ഭാരവാഹികളും ആരാധകരും ഒക്കെ കോടതി പരിസരത്തുണ്ടായിരുന്നു. കുറേ കൂടി കഴിഞ്ഞപ്പോൾ അഭിഭാഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ കോടതിയിലേക്ക് എത്തി. എനിക്ക് തോന്നുന്നു മിനി ഉൾപ്പെടെയുള്ള ആളുകൾ അവർ ഈ അതിജീവിതയ്ക്കയുടെ അഭിഭാഷകയാണ്. അതോടൊപ്പം തന്നെ പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകർ, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രാജകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങളെ കണ്ടു. പുറത്ത് എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നത്? ആദ്യം മുജിതബ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരാൾക്കൂട്ടം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം എന്താണ് വിധി, ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു വിധിയാണ്. ആ വിധി അറിയാൻ, അല്ലെങ്കിൽ കോടതിയുടെ ഇടപെടൽ തീരുമാനം എന്താണെന്ന് അറിയാൻ ഒരു ആകാംക്ഷ ഈ പുറത്തുണ്ടായിരുന്നു. ദിലീപിനെ അനുകൂലിക്കുന്നവരുണ്ടായിരുന്നു, ഒപ്പം തന്നെ ദിലീപിനെ എതിർക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഇരയ്ക്ക് നീതി കിട്ടണം, അതിജീവിതയ്ക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടായിരുന്നു. ദിലീപ് നിരപരാധിയാണ്, ദിലീപിനെതിരെ ഗൂഢാലോചന നടന്നു, രക്ഷപ്പെടണമെന്നുള്ള പ്രഖ്യാപനം വരെ ഈ കോടതി കേസ് പരിഗണിക്കുന്ന മുമ്പേ വരെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ വന്ന ആളുകൾ തന്നെ അത് അപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 തരത്തിൽ പറയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദിലീപിനെ അനുകൂലിക്കുന്ന ആളുകൾ ഈ കോടതിക്ക് പുറത്ത് കൂടുതലായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. വലിയ ആൾക്കൂട്ടം തികഞ്ഞ ആത്മവിശ്വാസം ഈ അതിജീവിതയുടെ അഭിഭാഷകയ്ക്ക് ഉണ്ടായിരുന്നു. കാരണം അവർ കയറി പോകുമ്പോൾ തന്നെ പറഞ്ഞൊരു വാക്ക്, ഈ കോടതിക്ക് പുറത്ത് പറഞ്ഞൊരു വാക്ക്, എന്നെ നിങ്ങളൊന്ന് അഭിനന്ദിക്കൂ എന്നാണ്. കാരണം വ്യക്തമായ തെളിവുകൾ 8ാം പ്രതിക്ക് അടക്കം ഉൾപ്പെടെ ആളുകൾക്ക്, 8ാം പ്രതിയെ ഉൾപ്പെടെയുള്ളവർക്ക് വളരെയധികം ശക്തമായ തെളിവുകളുണ്ട്. ആ തെളിവുകൾ കോടതി പരിഗണിക്കും, നീതി ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് പറയുന്നത്. അജയകുമാർ പറഞ്ഞേക്കണം, അഡ്വക്കേറ്റ് രാജകുമാർ പറഞ്ഞത് അതുതന്നെയാണ്. കാരണം നീതിപൂർവമായിട്ടുള്ളൊരു വിധി അതുണ്ടാവും, അത് പ്രതീക്ഷിക്കുന്നു, തെളിവുകൾ ശക്തമാണെന്നുള്ളത്. പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, പ്രതിഭാഗം അഭിഭാഷകർ, പൾസർ സുനിയുടെ അഭിഭാഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ, അതായത് ഈ അഡ്വക്കേറ്റ് പ്രതീഷ് കുറുപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞൊരു കാര്യം, തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് സാധൂകരിക്കാൻ, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വാദം, അതിന് സാധൂകരിക്കത്തക്ക തെളിവുകളില്ല, തെളിവുകളുടെ അഭാവം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലൊരു പ്രതികരണം വന്നപ്പോൾ തന്നെ ഏതാണ്ടൊക്കെ ഒരു ധാരണ വന്നിരുന്നു. നിലവിൽ ഇതിനകത്ത് തെറ്റ് ചെയ്ത 1 മുതൽ 6 വരെയുള്ള ആ ഭാഗത്തുള്ള പ്രതികൾ അവർ കുറ്റക്കാരായിരിക്കാം. ഒരുപക്ഷെ അതിനുശേഷം ദിലീപ് ഉൾപ്പെടെയുള്ളവർ ഒരുപക്ഷെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടാനുള്ളൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുമെന്നുള്ള സൂചനകൾ അല്ലെങ്കിൽ അത്തരം വിശകലനങ്ങൾ കോടതിക്ക് പുറത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ആ സമയം 10-10:30 മണി ആണെന്ന് തോന്നുന്നു. ഒരുപക്ഷേ സിജോ പറഞ്ഞ് നിർത്തിയെടുത്തുന്നതിന് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയായിരുന്നു പ്രതിഭാഗം അഭിഭാഷകർ ഉണ്ടായിരുന്നത്. 11 മണിയോടെ ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ കോടതിയിലെ നടപടിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അകത്ത് കയറി. ആ സമയത്ത് ഒരു 10 മണിയോടുകൂടി തന്നെ ചീറിപ്പാഞ്ഞ് ഈ ജില്ലാ ജഡ്ജി ഹണി എം വർഗീസിൻ്റെ കാറ് വരുന്നു. അവരെല്ലാവരെയും വിഷ് ചെയ്യുന്നു. വളരെ പ്രസന്നവതയായി, അവരുടെ വളരെ പോസിറ്റീവായ ഒരു ബോഡി ലാംഗ്വേജ്. അങ്ങനെ അവർ കോടതിക്കകത്തേക്ക് കയറിപ്പോയി. മുകളിൽ ചെന്നപ്പോഴും ആ രൂപത്തിൽ അവർ ചാമ്പറിലുണ്ടായിരുന്നു. ചാമ്പറിൽ നിന്ന് 10:45 കഴിഞ്ഞ് ഏകദേശം ഒരു 11 മണി കൃത്യം അവർ കോടതി മുറിയിലേക്ക് വരുന്നു. കോടതി മുറിയിൽ നിന്ന് അവർ പുറത്തേക്ക് വരുമ്പോൾ ഒരു ബെല്ലടിക്കും. ആ ബെല്ലടിച്ച് അവർ അവരുടെ ഡയസിലേക്ക് വന്നു. കോടതി നടപടിക്രമങ്ങൾ ആരംഭിച്ചു. കോടതിക്കകത്ത് തിങ്ങി നിറഞ്ഞ ഒരു വലിയ പട തന്നെ ഉണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകരുണ്ട്, അഭിഭാഷകരുണ്ട്. പ്രത്യേകിച്ച് ഒരു ചെറിയ കോടതി മുറിയാണ്. ഈ എറണാകുളം ജില്ലാ കോടതി സമുച്ചയം എന്ന് പറയുന്നത് കുറേയധികം കോടതികൾ ഉൾക്കൊള്ളുന്ന അതിനകത്തൊരു കോടതി മുറിയിലാണ്, ജില്ലാ ജഡ്ജിയുടെ കോടതി മുറിയിലാണ് ഈ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. അവിടെ തിങ്ങി നിറഞ്ഞ കോടതി മുറിയിൽ ജഡ്ജി വന്നിരിക്കുമ്പോൾ തന്നെ അഭിഭാഷകരൊക്കെ ഇങ്ങനെ എല്ലാവരും കസേരയിലിരിക്കുന്നു. ഏറ്റവും പുറകിൽ ദിലീപ് ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ എത്തിയെങ്കിലും അത് വരാന്തയിലായിരുന്നു. കേസ് വിളിച്ചപ്പോൾ അവർ ഈ പ്രതിക്കൂട്ടിനകത്തേക്ക് കയറി നിന്നു. അവരോട് ഇന്ന് ഹാജരാക്കാൻ പറഞ്ഞിരുന്നു. അവർ വന്ന് അപ്പോൾ ജഡ്ജി പറഞ്ഞു, മധ്യത്തിൽ നിൽക്കുന്ന ഇവരെ കാണാതെ മറഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് മാറി, അവരെ എനിക്ക് കാണണം എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് ജഡ്ജി വളരെ പെട്ടെന്ന് ഈ വിധി പ്രസ്താവത്തിലേക്ക് കടന്നു. ഇംഗ്ലീഷിൽ ആദ്യം വളരെ വിശദമായി തന്നെ 1ാം പ്രതി മുതൽ 6 വരെയുള്ള ആളുകളുടെ ഓരോ വകുപ്പുകൾ, ഇന്ന വകുപ്പുകൾക്ക് ഇന്ന കുറ്റം ചെയ്തതിന് ഇന്ന ആളുകൾ 1 മുതൽ പൾസർ സുനി മുതൽ ഇങ്ങോട്ട് 6 വരെയുള്ള പ്രതികൾ അവരുടെ കുറ്റം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവർ നിലവിൽ ജാമ്യത്തിൽ കഴിയുന്ന ആളുകളാണ്.
ആ ജാമ്യത്തിൽ കഴിയുന്ന ആളുകളെ പോലീസ് കസ്റ്റഡിയിലെടുക്കണം, അവരുടെ ജാമ്യം റദ്ദാക്കിയിരിക്കുന്നു, അവരെ ജയിലിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. 7, 8, 9, 10 പ്രതികൾ, ദിലീപ് 8ാം പ്രതിയാണ്. അങ്ങനെ ബാക്കി 4 പ്രതികൾ അവരുടെ കുറ്റം പ്രോസിക്യൂഷൻ ചുമത്തിയതുപോലെ, പോലീസ് ചുമത്തിയതുപോലെ അവരെ കുറ്റം തെളിയിക്കാൻ മതിയായ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുന്നു. പ്രത്യേകിച്ച് ദിലീപിനെതിരെ 120B എന്ന് പറയുന്ന ക്രിമിനൽ ഗൂഢാലോചന, ഈ കുറ്റകൃത്യം ചെയ്യാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തു എന്നതുൾപ്പെടെയുള്ള ഗൂഢാലോചന, അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് കോടതി പറയുന്നത്. അങ്ങനെ ഒപ്പം തന്നെ തെളിവ് നശിപ്പിക്കൽ കുറ്റം, അത്തരം കുറ്റങ്ങളിൽ ഇവരെ വെറുതെ വിടുന്നു. ഒപ്പം തന്നെ മറ്റു ചില പ്രതികൾ ഈ ഒളിവിൽ കഴിയാൻ താമസിച്ചു, അഭയം നൽകി എന്നതുൾപ്പെടെയുള്ള വകുപ്പുകൾ അതെല്ലാം റദ്ദാക്കി. ബാക്കി അപ്പോൾ തന്നെ കോടതി മുറിക്കകത്ത് ഇത് പറഞ്ഞപ്പോൾ ഒരു 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 ശബ്ദം അഭിഭാഷകരും അല്ലെങ്കിൽ ആ ഭാഗത്ത് നിന്ന് ഒരു 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 പ്രത്യേക ശബ്ദം ഉണ്ടായി എന്നുള്ളത് ഞാനിപ്പോഴും ഓർക്കുന്നു. അത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പോലെ ഒരു എക്സൈറ്റ്മെൻറ്റ് അതിനകത്തുണ്ടായി എന്നാണ് എനിക്കപ്പോൾ തോന്നിയത്. അതിനുശേഷം പിന്നീട് മലയാളത്തിൽ തന്നെ ഇതിൻ്റെ ഒരു ചുരുക്കരൂപം ജഡ്ജി തന്നെ മലയാളത്തിൽ ആ കോടതിയിൽ തന്നെ പറഞ്ഞു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ഈ കൂട്ടബലാത്സംഗം പദ്ധതി, ക്രിമിനൽ ഗൂഢാലോചന പദ്ധതി നടപ്പാക്കൽ, ഇവരെ അന്യായമായി തടവിൽ വെക്കൽ, അവരെ സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള വിവിധ കുറ്റങ്ങൾ തെളിഞ്ഞു. ആ തെളിഞ്ഞു എന്ന് പറയുമ്പോൾ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ അത് കുറ്റക്കാരാണ്. 7, 8, 9, 10 പ്രതികൾ കുറ്റക്കാരല്ല, അവരെ വെറുതെ വിടുന്നു. പ്രോസിക്യൂഷൻ അവർക്കെതിരായ കുറ്റം തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അവരെ വെറുതെ വിടുകയാണെന്നും പറഞ്ഞു. മറ്റു പ്രതികളെ ജയിലിലേക്ക് മാറ്റാൻ പോലീസിനോടും പ്രോസിക്യൂഷനോടും അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരോട് പറയുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി വന്നു. വളരെ പെട്ടെന്ന് തന്നെ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പുറത്തിറങ്ങി വന്നപ്പോഴാണ് ഈ കോണിപ്പടിയിലൂടെ നേരത്തെ കയറിപ്പോയ ദിലീപ് കുറേ കൂടി, അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സമയത്ത് 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരെന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ വലിയ ആരവം തുടങ്ങിയിരുന്നു. എന്നിട്ട് ദിലീപ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ കൈയൊക്കെ വീശി ഈ പുറത്ത് നിൽക്കുന്ന ഇവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന വലിയ ജനാരവം, വളരെ വലിയ ശബ്ദവും ബഹളവും, അതിനിടയിലേക്കാണ് ദിലീപ് ഇറങ്ങി വരുന്നത്. ദിലീപ് വന്നപ്പോൾ തന്നെ ഒരു പ്രതികരണം നടത്തി. ആ സമയത്ത് സിജോ പുറത്തായിരുന്നു. എന്തൊക്കെയാണ് സംഭവിച്ചത്? ഈ മുജിദബ പറഞ്ഞ പോലെ തന്നെ അകത്ത് ഉണ്ടായതിനേക്കാൾ അപ്പുറത്ത് ഈ വിധി വന്നു എന്നുള്ളത് പുറത്തേക്ക് വന്നപ്പോൾ തന്നെ പുറത്ത് ജനങ്ങളുടെ വലിയൊരു രീതിയിലുള്ള ആവേശം, ദിലീപിനെ അനുകൂലിക്കുന്ന ആളുകൾ വലിയ രീതിയിലുള്ള ആർപ്പുവിളികളുണ്ടായിരുന്നു. മധുരം പലഹാരങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. ദിലീപ് ഈ കോണിപ്പടികളിലൂടെ ഇറങ്ങി വരുന്നത് തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി കൈ ഉയർത്തി പുറത്തുള്ളവരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് വന്നത്. മാത്രവുമല്ല, ഇറങ്ങി വന്ന് ദിലീപ് ആദ്യം നടത്തിയ ഒരു പരാമർശം, തനിക്കെതിരെ ഗൂഢാലോചന ഉണ്ടായിരുന്നു, ഇത്രയും നാൾ ഞങ്ങൾ വേട്ടയാടി എന്നതിനപ്പുറത്തേക്ക് മഞ്ജു വാര്യരുടെ പേര് പറഞ്ഞ് ഒരു പ്രതികരണം നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഒരു ഗൂഢാലോചന തലത്തിലേക്ക് നീങ്ങുന്നത് മഞ്ജുവിൻ്റെ പ്രതികരണത്തിന് ശേഷമാണ് എന്ന തരത്തിൽ ദിലീപ് ഒരു പ്രതികരണം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ നിന്ന് പോയി അതോടൊപ്പം തന്നെ ദിലീപിനെ അനുകൂലിക്കുന്ന ആളുകൾ പുറത്ത് വലിയ രീതിയിലുള്ള പ്രതികരണം അവരും നടത്തി. അവർ നടത്തിയ ഒരു ഭാഗം ഇത് പോലീസ് കെട്ടിച്ചമച്ച് തയ്യാറാക്കിയ ഒരു തിരക്കഥ, അതിനനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോയി ദിലീപിനെ ബോധപൂർവം ഈ കേസിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമമുണ്ടായി, നീക്കമുണ്ടായി, ഒരു മാധ്യമ വേട്ട നടന്നു എന്നുള്ളതടക്കം അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ദിലീപ് നിരപരാധിയാണ് എന്നുള്ളത് അവർ പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ചേർത്ത് പറയേണ്ട മറ്റ് പ്രതികരണങ്ങൾ കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അഡ്വക്കേറ്റ് സജിത ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ആ പ്രതികരണം വൈകാരികപരമായിട്ടുള്ള പ്രതികരണമാണ്. കാരണം അവർ പറഞ്ഞൊരു വാക്ക്, ഈ ഇരയാക്കപ്പെട്ടത് ഒരു സ്ത്രീയാണ്, ഒപ്പം തന്നെ ഈ കേസ് വാദിച്ചത് ഒരു അഡ്വക്കേറ്റ്, അഭിഭാഷക, അതൊരു സ്ത്രീയാണ്, ഈ വിധി പ്രസ്താവം നടത്തിയത് ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇത് എന്നിട്ടും സ്ത്രീക്ക് ഇവിടെ നീതി കിട്ടാനില്ല, നീതി കിട്ടിയിട്ടില്ല, നീതി നിഷേധമുണ്ടാകുന്നു. അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകേണ്ടതാണ്. എവിടെ ആണ് പാളിച്ച പറ്റിയത് അത് പരിശോധിക്കണം. അത് പരിശോധിച്ച ശേഷം തുടർ നടപടികൾ ഉണ്ടാക്കണം. സ്ത്രീകൾക്ക് നീതി വേണം എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടെ ഈ നടപടി കാണാൻ വന്നിരിക്കുന്ന ചില ആളുകളും അത്തരത്തിലുള്ള പ്രതികരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഈ ദിലീപിനെ അനുകൂലിക്കുന്ന ആളുകളും ഒരു വാദം പറയുന്നുണ്ട്. ദിലീപും ഒരു ഭാഗം പറഞ്ഞാൽ ദിലീപും ഇരയാക്കപ്പെട്ട ആളാണ് എന്നുള്ളതാണ്. കാരണം ഈ കോടതി ഇപ്പോൾ നിലവിൽ ഒരു ആദ്യഘട്ടത്തിൽ വന്നിരിക്കുന്നു, ദിലീപ് കുറ്റം ചെയ്തിട്ടില്ല, ദിലീപിന് വീട്ടിലേക്ക് മടങ്ങാമെന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ അപ്പോൾ ഒരർത്ഥത്തിൽ ദിലീപും ഇരയാക്കപ്പെട്ട ആളാണെന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളും പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും അതിനുശേഷം മധുരപലഹാരങ്ങളൊക്കെ വിതരണം ചെയ്തു. ദിലീപ് ഇനി വരാൻ പോകുന്നത് തിരിച്ചുവരവിൻ്റെ കാലമാണ് എന്നുള്ള രീതിയിലാണ് ഈ ദിലീപിനെ അനുകൂലിക്കുന്ന ആളുകൾ പ്രതികരണം നടത്തിയിരിക്കുന്നത്. പുറത്തിറങ്ങാതിരിക്കുന്ന സിനിമകൾ, സിനിമാ ലോകത്തുണ്ടായിരിക്കുന്ന വിള്ളലുകൾ, പുറത്തു പറയാൻ മടിച്ചിരിക്കുന്ന ആളുകൾ, പുറത്ത് പറഞ്ഞ WCC ഉൾപ്പെടെയുള്ള ആളുകൾ, അവർ ഇരയ്ക്കൊപ്പം നിൽക്കുമ്പോഴും വീണ്ടും അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ കൂടി അവർ പങ്കുവച്ചാണ് അവർ മടങ്ങിയത്. അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. സമ്മിശ്ര പ്രതികരണങ്ങൾ പുറത്ത്
നടക്കുന്നു. അതിനനുസരിച്ച് ദിലീപ് തന്നെ ആ പ്രതികരണങ്ങൾ ഏറ്റെടുക്കുന്ന പോലെ തനിക്കെതിരെ ചില ഗൂഢാലോചനകൾ, മഞ്ജു വാര്യർ ഇതിനകത്ത് ഈ കേസിനകത്ത്, നടി ആക്രമിക്കപ്പെട്ട കേസിനകത്ത് ചില ഗൂഢാലോചനകൾ ഉണ്ടായിട്ടുണ്ട്, ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരികയും ഒക്കെ ചെയ്ത അന്നു മുതലാണ് തനിക്കെതിരെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും ചില മാധ്യമങ്ങളും തൽപര കക്ഷികളും ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തുകയും തന്നെ നേരത്തെ സിജോ സൂചിപ്പിച്ചതുപോലെ അതിൽ പെടുത്തുകയായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഒപ്പം നിന്നവർക്ക് അവർ നന്ദി പറയുകയും ചെയ്തു. എന്തായാലും അതിനുശേഷം വീണ്ടും പിന്നീട് ദിലീപ് പുറത്തേക്ക് പോയി, വാഹനത്തിൽ പുറത്തേക്ക് പോയി. ദിലീപിൻ്റെ കൂടെ വലിയ സംഘം ആരാധകർ ദിലീപിനൊപ്പം അനുഗമിച്ചു. ദിലീപ് നേരെ പോയത് ദിലീപിൻ്റെ ഏറ്റവും മുതിർന്ന അഭിഭാഷകൻ രാമൻപിള്ളയുടെ ഓഫീസിലേക്കാണ്. അവിടെയും വലിയ ജനാവലി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ദിലീപ് അവിടെയും മാധ്യമങ്ങളെ കണ്ടു, അഭിഭാഷകൻ മാധ്യമങ്ങളെ കണ്ടു. അതിനുശേഷം പിന്നീട് ദിലീപ് ആലുവയിലെ വീട്ടിലേക്ക് പോയി. വലിയ ജനാവലി അദ്ദേഹത്തിൻ്റെ കൂടെ, ഈ ആരാധക സംഘം അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. വലിയ നേരത്തെ പറഞ്ഞതുപോലെ മധുരപലഹാര വിതരണവുമൊക്കെ ഇതോടൊപ്പം നടക്കുകയും ചെയ്യുന്നുണ്ട്, വലിയ സന്തോഷത്തിൽ. എന്തായാലും അതിജീവിതയുടെ ഭാഗത്തു നിന്ന് ഒരുപക്ഷെ ആ തരത്തിൽ അപ്പോൾ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് മന്ത്രി പി രാജീവ് സ്റ്റേറ്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അപ്പീലിന് പോകുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. ഏതായാലും ഒരു പ്രത്യേകമായ ഈ വിധിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ കോടതി പരിസരത്തും അതോടൊപ്പം തന്നെ കോടതിക്ക് പുറത്ത് മറ്റു പല കോണുകളിൽ നിന്നും വരുന്നുണ്ട്. ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു. ഇനി എന്തായാലും മുന്നോട്ടുള്ള അത്തരത്തിലുള്ള കുറേയധികം പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. എന്തായാലും ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നത്. പിന്നീട് നേരത്തെ 1 മുതൽ 6 വരെയുള്ള ശിക്ഷ കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞ ആളുകളെ പോലീസ് വലിയ സുരക്ഷാ സന്നാഹം തീർത്ത് ബസ് കോടതി വളപ്പിനകത്തേക്ക് കയറ്റി അവരെ ജയിലിലേക്ക്, ഞാൻ മനസ്സിലാക്കുന്നത് ജില്ലാ ജയിലിലേക്ക്, വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് ഒക്കെ ആണെന്ന് മനസ്സിലാക്കുന്നു. അവിടെ വൈദ്യപരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി ആ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ, പൾസർ സുരി അതോടൊപ്പം തന്നെ മറ്റു പ്രതികൾ മാർട്ടിൻ ഉൾപ്പെടെയുള്ള ആളുകളെ പോലീസ് ജയിലിലേക്ക് മാറ്റി. അവർ നിലവിൽ ജാമ്യത്തിലായിരുന്നു. പക്ഷേ ഈ വിധി വന്നതോടുകൂടി അവരുടെ ജാമ്യം റദ്ദാക്കുകയും അവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ജയിലിലേക്ക് കൊണ്ടുപോവുകയും ഇനി 12-ാം തീയതിയാണ് വളരെ വിശദമായി എന്താണ് ഇവർക്കുള്ള ശിക്ഷ എന്നത് സംബന്ധിച്ചൊരു വാദം കേൾക്കുക. അവർക്ക് പറയാനുള്ള വാദം കൂടി കേട്ട ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമമായി ശിക്ഷ എന്തായിരിക്കുമെന്ന് കോടതി പറയുക.